بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നാഗൂർ ഷാഹുൽ ഹമീദ് മീറാൻ റളിയല്ലാഹു അൻഹു. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് നാഗൂർ ദർഗാ ഷരീഫ്. ജീവിതത്തിൽ ഒരുപാട് തവണ അവിടം സന്ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഹിജ്റ 910 ജുമാദുൽ ആഖിർ 10 വെള്ളിയാഴ്ച ദിവസം രാത്രി സമയത്താണ് ഖുത്ബുൽ അഖ്താബ് അൽ ഫർദുൽ മജീദ് അഷേഖ് അസയ്യിദ് അബ്ദുൽ ഖാദിർ ഷാഹുൽ ഹമീദ് മീറാൻ മുഹിയുദ്ദീൻ കഞ്ചുസവായി കഞ്ചു ബഖ്ഷ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവர்கள் ഭൂജാതനായത്. ലോകത്തിൻ്റെ നേതാവ് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചെന്നെത്തുന്ന മഹനീയ പരമ്പരയിലെ ഒരു കണ്ണിയാണ് മഹാനുഭാവൻ. ഖുറൈശി തറവാട്ടിൽ ഹാഷിം വംശത്തിലെ അംഗമായി ഖൗസുൽ ആളം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ സന്താന പരമ്പരയിലെ 11ാം തലമുറയിലെ പൗത്രനാണ്. പിതാവ് അഷേഖ് അസയ്യിദ് അബൂ യൂസുഫ് ഹസൻ ഖുദ്സി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അസയ്യിദ് ഹമീമുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർകളുടെ പുത്രിയാണ് ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹ. സച്ചരിതരായ മാതാപിതാക്കളിലൂടെ അലഹബാദിനടുത്ത മാണിക്യപ്പൂർ എന്ന നാട്ടിലാണ് പിറന്നു വീണത്. മഹാനവർകളുടെ ജനനത്തിന് മുമ്പ് സയ്യിദ് യൂസുഫ് എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി മൺമറഞ്ഞു. ആ ഓമന കുഞ്ഞിൻ്റെ വേർപാടിൽ മനം നൊന്തിരിക്കുമ്പോൾ ഒരശരീരി കേട്ടു: എൻ്റെ അടിമകളെ നാം ദയാപൂർവം തന്നുവെങ്കിലും നമ്മുടെ നീതിപ്രകാരം തിരിച്ചു വാങ്ങിയിരിക്കുന്നു. ആയതിനാൽ നിങ്ങൾ ക്ഷമിക്കുക. അതിനേക്കാൾ ഉത്തമനായൊരു സന്താനത്തെ നാം നിങ്ങൾക്ക് നൽകുന്നതാണ്. ആ കുട്ടി ലോകത്തിൻ്റെ ഗൗസ് ആയിരിക്കും. ഇതു കേട്ട ദമ്പതികൾ അത്യധികം സന്തോഷിക്കുകയും അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ പിതാവ് ഹസൻ ഖുദ്സി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവർക്ക് കലശലായ രോഗം പിടിപെടുകയും ദൈനംദിനം വർദ്ധിക്കുകയും ചികിത്സ ഫലശൂന്യമാവുകയും ചെയ്തു. ഈ അവസരം ഇബ്ലീസ് വേഷം മാറി വന്ന് അവിടെ നിന്നവർ കേൾക്കെ പിതാവിനോട് പറഞ്ഞു: നിങ്ങളുടെ ഭാര്യ ഗർഭം ധരിച്ച കുട്ടിയുടെ ലക്ഷണക്കേട് കൊണ്ടാണ് ഈ ഭയങ്കര രോഗം നിങ്ങൾക്ക് പിടിപെട്ടത്. ഇത് കേട്ട് അങ്ങേയറ്റം വിഷമത്തിലാണ്ട് പോയ പ്രിയ മാതാവിനോട് ഗർഭസ്ഥ ശിശു വിളിച്ചു പറഞ്ഞു: മാതാവേ, നിങ്ങൾ വിഷമിക്കരുത്. അല്ലാഹു നിങ്ങളെ സഹായിക്കുകയും പിതാവിൻ്റെ രോഗം ഉടൻ സുഖപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ വിവരം മഹദി തൻ്റെ ഭർത്താവിനെ അറിയിച്ചപ്പോൾ അവർ അത്യധികം സന്തോഷഭരിതരായി. അന്നു തന്നെ പിതാവിൻ്റെ രോഗവും മാറി. ഗർഭസ്ഥ ശിശുവിന് 7 മാസം പ്രായമായപ്പോൾ നാട്ടിലാകെ വരൾച്ച പിടിപെട്ടു. അങ്ങനെ 3 ദിവസം മാതാപിതാക്കൾക്ക് ഭക്ഷണം ലഭിക്കാതെ വന്നു. ഉടൻ ഗർഭസ്ഥ ശിശു പ്രിയ മാതാവിന് അറിയിപ്പ് കൊടുക്കുന്നു: ഓ പ്രിയ ഉമ്മ, നിങ്ങൾ കലം അടുപ്പിൽ വെക്കുക. അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നതാണ്. കുട്ടിയുടെ പ്രവചനം പുലർന്നു. പാത്രത്തിൽ നിറച്ചും ഭക്ഷണങ്ങൾ. അവർ വിശപ്പ് മാറുവോളം ഭക്ഷിച്ചു. ഒട്ടും കുറഞ്ഞിട്ടില്ല. തുടർന്ന് ആ നാട്ടുകാർ മുഴുവൻ അതുകൊണ്ട് വിശപ്പടക്കി. അവർ അല്ലാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ. ഒരിക്കൽ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വെള്ളം കോരാൻ കിണറിൻ്റെ അരികിലെത്തിയ പ്രിയ മാതാവിൻ്റെ കയ്യിൽ നിന്നും തൊട്ടി കിണറ്റിൽ വീണു. ഇനി എന്ത് മാർഗമെന്ന് ആലോചിച്ച് തൻ്റെ തഹജ്ജുദ് മുടങ്ങിപ്പോകുമോ എന്ന് വ്യാകുലപ്പെട്ട് മനസ്സ് വിങ്ങാൻ തുടങ്ങിയപ്പോൾ ഗർഭസ്ഥ ശിശു: ഓ ഉമ്മ, നിങ്ങൾ വിഷമിക്കേണ്ട. ഉടൻ തന്നെ ഉമ്മ നോക്കുമ്പോൾ തൻ്റെ കാലിനരികിൽ വെള്ളം നിറഞ്ഞ തൊട്ടി. അത്ഭുതപ്പെട്ടുകൊണ്ട് അതിലുപരി സന്തോഷത്തോടെ മഹദി അല്ലാഹുവിനെ നമിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ 6ാം മാസം ഒരിക്കൽ ഖിളിർ നബി അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു: ഓ ഫാത്തിമ, നിങ്ങളുടെ ഉദരത്തിലെ കുഞ്ഞൊരു ഖുത്ബാണ്. നിരവധി വിശേഷങ്ങൾ എണ്ണിപ്പറഞ്ഞ ശേഷം കുട്ടിക്ക് അബ്ദുൽ ഖാദിർ എന്ന് നാമകരണം ചെയ്യാനും നിർദ്ദേശിച്ചു. ഇങ്ങനെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അത്ഭുതങ്ങളുടെ കലവറയായി മാറി മാണിക്യം. ജീവരാശിക്ക് മൊത്തവും സന്മാർഗം നൽകി ഹക്കിലേക്ക് വഴി കാണിച്ച ആത്മജ്ഞാന ജ്യോതിയാണ് നാഗൂർ ദാനപ്രഭു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദ് നമ്മൾക്ക് നൽകട്ടെ.
ആത്മജ്ഞാന ഗോപുരമായ മാണിക്യപ്പൂരിൻ നിർദീപം ഹിജ്റ വർഷം 978 ജുമാദുൽ ആഖിർ 10 വെള്ളിയാഴ്ച രാത്രി തഹജ്ജുദിൻ്റെ സമയം ഇഹലോകവാസം വെടിഞ്ഞു. തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കാവേരി നദീതീരത്തെ പുണ്യ സിയാറത്ത് കേന്ദ്രമാണ് നാഗൂർ ദർഗാ ഷരീഫ്. 16-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ഷെയ്ഖവറുകളുടെ ദർഗാ ഷരീഫിൻ്റെ 5 തങ്കമിനാരങ്ങൾ ദർഗയെ വേറിട്ടതാക്കുന്നു. ഹൈന്ദവ രാജാവിന് മാരണനിമിത്തമുണ്ടായ മാറാരോഗത്തിൽ നിന്നും ഷെയ്ഖിലൂടെ സുഖം പ്രാപിച്ചതിന് പ്രത്യുപകാരമായി നൽകിയ 3000 ഏക്കർ സ്ഥലവും ദർഗയും ഇന്ന് ജാതിമതഭേദമന്യേ സമസ്ത ജനങ്ങളുടെയും അഭയകേന്ദ്രമാണ്. കാവേരി നദീതീരത്തെ 5000-ത്തോളം ക്ഷേത്രങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്ന പുണ്യ ദർഗാ ഷരീഫ് സൗഹാർദ്ദത്തിൻ്റെ മഹാപ്രതീകമാണ്. ജീവിതകാലത്തെന്ന പോലെ വഫാത്തിന് ശേഷവും തിരുസവിധത്തിലെത്തുന്നവർക്ക് ഉദ്ദേശസാഫല്യം ഉറപ്പാണ്. അല്ലാഹു ആദരിച്ചവരെയും അവരുടെ സരണികളെയും നിഷേധിക്കുന്ന ഹതഭാഗ്യർക്ക് നാഗൂർ ദർഗാ ഷരീഫ് എന്നും പേടി സ്വപ്നമാണ്. വിശ്വാസി വൃന്ദത്തിന് കൺകുളിർമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാനവറുകളുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സ്വാലിഹ് അമലുകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. മാറാരോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെയുള്ള മഹാന്മാരുടെ, മഹത്തുക്കളുടെ, സാത്വികരുടെ ചരിത്രങ്ങളും സംഭവങ്ങളും അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.